നിമിഷപ്രിയ വിഷയത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ സംസ്ഥാന ക്ഷീത സമരം നടക്കുന്ന പ്രതീതിയാണ്. തിരുജന്മ സമയ പരാമർശം, പാതിരാ മൗലിദിന്റെ മാനം, അഷറക്കയുടെ അവസാനം കൈയുയർത്തുന്നത് സംബന്ധിച്ച അങ്ങയുടെ പ്രതികരണം തുടങ്ങിയവയെല്ലാം ചർച്ചയ്ക്ക് കോപ്പായിരിക്കുന്നു. പിക്കാരെ ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുന്നെന്നും അങ്ങ് ഉപയോഗിക്കുന്ന മാന്യഭാഷ വീഡിയോ ക്ലിപ്പിടുന്നവർ തമ്പ് ലൈനിലൂടെ ശക്തമായി പ്രഹരമാക്കി മാറ്റുന്നുണ്ടെന്നും നിരീക്ഷിക്കുന്നവരുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? വിഭാഗം നേതാക്കളുമായി മാന്യമായ സൗഹൃദം നിലനിൽക്കുന്നില്ലേ? നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഭാഷകളൊന്നും എനിക്ക് പരിചയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തമ്പുലൈനിലൂടെ ശക്തമായ പ്രഹന്തതി തമ്പുലൈനൊന്നും എനിക്കറിഞ്ഞൂടെ, ഞാനതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ടാർഗറ്റ് ചെയ്യുക, അതൊക്കെ ഇപ്പോൾ ഈ പുതിയ കുട്ടികൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. സ്ഥിരപരിചിതമായി ഉപയോഗിക്കുന്ന ഭാഷ എനിക്കറിഞ്ഞൂടെ. ടാർഗറ്റ് ചെയ്ത് ഉന്നം വെക്കുക, ലക്ഷ്യം വെക്കുക എന്നായിരിക്കൂലേ അങ്ങനെ ടാർഗറ്റ് ചെയ്യാമെന്ന എനിക്കറിഞ്ഞൂടാ. അറിയാവുന്ന ചില പ്രയോഗങ്ങൾ, അതിലപ്പുറമായിട്ട് ഇതിൽ കാണുന്ന സോഷ്യൽ മീഡിയയുമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധവുമില്ല. സോഷ്യൽ മീഡിയയിൽ എനിക്കറിയാവുന്നത് നമ്മളെ പരിപാടികൾ അസുന്ന എന്ന് പറയുന്ന ഇതിലോ അല്ലെങ്കിൽ SYF എന്ന് പറയുന്ന എൻ്റെ എന്തായാലും പേര് എനിക്ക് അറിഞ്ഞൂടാ, ഈ ചാനലിൽ മാത്രമുള്ള നമ്മുടെ പരിപാടികൾ കാണും. അതിലിടക്ക് ആരെങ്കിലും അത് കാണുന്നതിൻ്റെ അടുക്ക് ഓടി വരുന്ന വല്ലതുണ്ടെങ്കിൽ അങ്ങനത്തെ വല്ലതും കാണുകയോ മറ്റാരെങ്കിലും കാണിച്ചു തരുന്ന എന്തെങ്കിലും കാണുകയോ ചെയ്യുന്നതിലപ്പുറം എൻ്റെ സമയം അതിന് പോകാറില്ല. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും എനിക്ക് സമയം നല്ലോണം കിട്ടുകയും ചെയ്യും. ഞാനിന്ന് സമയം കളയുന്ന ഒരാളല്ല. അപ്പേരിലല്ല ഈ വിഷയങ്ങളിലൊന്നും നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾ തന്നെ ചോദിക്കുന്ന വിഷയമാണ്. നിങ്ങൾ തമ്പുലേന് കൊടുക്കുകയാണോ അത് ഈ ചോദിക്കുന്ന ആളുകൾ കൂട്ടം ചേർന്നുകൊണ്ട് ഉന്നം വെക്കുകയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കിവിടെ ഈ വായിക്കുന്നത് സമകാലികം പരിപാടിയാണ്. ഈ സമകാലികത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളോടുള്ള പ്രതികരണമാണ് എൻ്റെ ധർമ്മം. ഈ സമകാലികം പരിപാടിയിൽ നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. AP മറ്റേ പ്രശ്നങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനില്ല. സമകാലികമാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളിവിടെ വിവാദങ്ങളോ മറ്റൊക്കെ നടക്കുന്നതോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നതോ ചർച്ച ചെയ്യപ്പെടുന്നതോ ആയ വിഷയമാകുമെന്ന് മാത്രം. ഞാനിതിലൊന്നും ഇടപെടാറില്ല എന്നുള്ളത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ സമയം ദർസ് നടക്കുന്നിടത്തോ എഴുതുന്നിടത്തോ കിതാബ് നോക്കുന്നിടത്തോ വായിക്കുന്നിടത്തോ ആണ് അധികം എൻ്റെ സമയം പോവുക. ഈ വക കാര്യങ്ങൾ കൗതുകത്തിന് മാത്രം നമ്മുടെ സമ്മേളനങ്ങൾ നമ്മുടെ പരിപാടികളൊക്കെ കൗതുകത്തിന് അവർക്ക് കാണുന്നൊരു കൗതുകം ഉണ്ടാവുമൊക്കെ നടക്കുന്ന അത്തരം ഒരു കാഴ്ചക്ക് അപ്പുറമായി എനിക്ക് തരുന്നൊരു പ്രവേശനവുമില്ല. അതുകൊണ്ട് തന്നെ APക്കാരെ ടാർഗറ്റ് അങ്ങനെ ഒരു പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. അത് അവാസ്തവമാണ്. ഒരിക്കലും അത് സംഭവം ഒരു കൂട്ടരെ ടാർഗറ്റ് ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു പരിപാടിയെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈക്കക്കാരാവട്ടെ APക്കാരാവട്ടെ പുതിയവരാവട്ടെ ആരാവട്ടെ അവരോടൊക്കെ അവരർഹിക്കുന്ന തരത്തിലും നമ്മളും അവരും തമ്മിലുള്ള പോയിന്റ് എവിടെയാണ് യോജിപ്പിൻ്റെ എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള സൗഹൃദം എല്ലാവരേറ്റുണ്ട്. ഇന്ത്യക്കാരായ ജനങ്ങൾ എല്ലാവരേറ്റും ആ നിലക്ക് സൗഹൃദമുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകളോട് എല്ലാവരോടും ആ നിലക്ക് സൗഹൃദമുണ്ട്. അത് പുത്തൻവാദികളുമായിട്ടുണ്ടാകും, എല്ലാവരുമായിട്ടുണ്ടാകും. മുസ്ലിമീങ്ങളാണെങ്കിൽ സുന്നികളായിട്ടുള്ള എല്ലാവരോടും കുറച്ചും കൂടി അടുപ്പുള്ള സൗഹൃദമുണ്ട്. കാരണം ആദർശത്തിലും സുന്നി വിശ്വാസത്തിനും കൂടിയും ഒരുമിച്ചാണല്ലോ. ആ നിലക്കുള്ള സൗഹൃദമുണ്ട്. അക്കൂട്ടത്തിൽ സുന്നികൾ എന്ന നിലക്ക്, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ താല്പര്യം കൂടുതലുള്ളവർ എന്ന നിലക്ക് തന്നെ അറിയപ്പെടുന്നവരാണല്ലോ ഇവർ. ചിലപ്പോൾ സുന്നി തീവ്രത കൂടുന്നേ ഉള്ളൂ ചില പ്രയോഗങ്ങളിൽ. അതിലപ്പുറം സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിറ്റുള്ള ഒരു വിഭാഗം എന്ന നിലക്ക് അവരോട് സൗഹൃദം കൂടുതലാണ്. നേതാക്കന്മാരുമായോ പ്രവർത്തകന്മാരുമായോ നമുക്കറിയാവുന്നവരുമായോ ഒന്നും ഒരു സൗഹൃദ കമ്മിയും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. അവർക്കും അതറിയാം സൗഹൃദ കമ്മികളൊന്നുമില്ല എന്ന്. നമ്മൾ നമ്മുടെ ജോലി നിർവഹിക്കും, നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കും. പ്രസംഗം നമ്മുടെ സ്റ്റേജാണെങ്കിലോ നമ്മുടെ പരിപാടിയാണെങ്കിലോ ഇതുപോലത്തെ സമകാലികം പരിപാടിയിലാണെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾ മുന്നിൽ വെക്കുമ്പോൾ ആ വിഷയത്തോട് പ്രതികരിക്കുമ്പോഴോ എന്നതിലുപരി ഒരു വിഭാഗം എന്ന നിലക്ക് ആ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ വിഭാഗത്തെ ഉന്നം വെക്കുക, ലക്ഷ്യം വെക്കുക, ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പം ഉണ്ടായ വിഷയം ഞാൻ പറഞ്ഞല്ലോ, തിരുജന്മ സമയത്തെ പരാമർശം. അപ്പം തന്നെയാണ് പാതിരാ മൗലിദും വന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയം സുബഹിന്റെ മുമ്പാന്നും പറഞ്ഞിട്ട് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട്, അത് APക്കാർ മാത്രം ചെയ്യണമെന്നല്ല, നമ്മളെ കൂട്ടരടക്കം ചെയ്യുന്നുണ്ട്. നമ്മളെ കൂട്ടരടക്കമുള്ള മഹല്ലുകളിലും ചിലയിടത്തൊക്കെ അങ്ങനെ ഉണ്ട്. കാരണം അവർ തെറ്റിദ്ധരിക്കുകയാണ്, സുബഹിന്റെ മുമ്പാണ് എന്ന് കരുതിയിട്ട് ആ നേരം ഒപ്പിക്കാനാണ് അവർ നടക്കുന്നത്. ആ നേരം ഒപ്പിച്ച മൗലൂദ് ഓതുന്നത് പണ്ട് ശല്യമല്ല. കാരണം പള്ളിയിൽ ഒരുമിച്ച് കൂടി പള്ളിയിൽ ഇരിക്കുന്നവർ മൗലൂദ് ഓതിയേനി പണ്ട്. ഇപ്പം അങ്ങനെയല്ല. പള്ളിയിൽ വന്നിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് പുറത്തേക്ക് കോളാമ്പി കൂടെ പുറത്ത് വിട്ടിട്ട് ലോകത്താകെ ശല്യം ചെയ്യുന്ന മൗലൂദാണ് ഈ പാതിരാ മൗലൂദ്. ആ പാതിരാ മൗലിദ് എന്നുള്ള നിലക്കുള്ള ഒരു സംഭവം കഴിഞ്ഞ ഈ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 63 വയസ്സിന്റെ ആ വിഷയത്തിലെ സമീകരണത്തിൽ 64 വയസ്സാണ് നബിക്കുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷയമാണ് ഈ പാതിരാ പ്രസംഗത്തെ പരാമർശിക്കൽ വന്നതും തിരുജന്മ സമയത്തെ പരാമർശിക്കൽ വന്നതും. ഇത് രണ്ടും അങ്ങനെ വന്ന ഒന്നാണ്. അഷ്റക്കയുടെ അവസാനം കയ്യുയർത്തു, അതും APക്കാർ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയല്ലല്ലോ. APക്കാർ മാത്രം ചെയ്യുന്നതല്ല. പണ്ടത്തെ കാലത്ത് ഞാനതിൽ പറഞ്ഞ എന്തേ ഉള്ളൂ, അതുമായി ബന്ധപ്പെട്ട് മുമ്പൊരു നിവാരണത്തിൽ ബുൽബുൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇവിടെ ഒരു സമകാലികത്തിലും അത് ഉന്നയിക്കപ്പെട്ടു. ഞാനതിൽ പറഞ്ഞത് യാ വലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാചകം അഷ്റഖ ബരിയുടെ ഭാഗമല്ല. പണ്ടത്തെ ഏടുകളിലൊന്നും അതില്ല എന്നുമാണ്. പണ്ടത്തെ ഏടുകളിൽ പല ഏടുകളിലും അതില്ല. ഞാൻ അതിന് ഉദാഹരണം ശരിക്കും കാണിക്കാം.
പഴയ കോപ്പി സൂക്ഷിപ്പുള്ള പോലെ നോക്കി കിതാബ് മജ്മുഅത്തി മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരി നന്ന പാക്കുള്ളൊരു കോപ്പിയാണ് എൻ്റെ കയ്യിൽ. ഈ കോപ്പിയിൽ ഷറഫുൽ അനാം മൗലിദ് അൽഹംദുലില്ലാഹില്ലദീ ഷറഫുൽ അനാമ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഹിക്കായത്തിന് ഒന്നാമത്തെ ഇതിനെ മൗലിദ് തന്നെ ഇതിൽ ഷറഫുൽ അനാം. ഈ ഷറഫുൽ അനാമിലെ മൗലിദിൽ അഷ്റഖ ബൈത്തിൻ്റെ സ്ഥാനവും വേറൊരു സ്ഥാനമാണ്. നമ്മൾ സാധാരണ ചൊല്ലി വരുന്ന ആ സ്ഥാനത്തല്ല പഴയ കാലത്തെ മൗലിദിൽ. അത് പ്രത്യേകം ഇതിൻ്റെ ഹാഷിയകളിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നിടത്ത് ഫലമ്മ ആന അവാനു മൗലിദിൽ കരീം വഹാന മഖദുബഹു ഷരീഫുൽ അലീം സ്വാഹ സാഹുഷിൽ ഷാറ എന്നതാണ്. ആ ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ അഷ്റഖ സാധാരണ ചെല്ലാറുള്ളത്. അതൊക്കെ ഇപ്പത്തെ ഏടില്ല. ഇതിൽ അഷ്റഖ അതിൻ്റെ മുമ്പാ. അതിൻ്റെ മുമ്പ് രണ്ടാമത്തെ ഒരു ഹിക്കായത്ത് വരികയാണ്. റവാ യസീദ് ബിൻ അബ്ദുല്ലാഹി ബിൻ വഹബിൻ അമ്മത്തിഹി പാലത്ത് കുന്നാനസ്മൗൻ. അതിപ്പോൾ ഷറഫുൽ അനാമിൻ്റെ ഏടുകളിലൊക്കെ ഉണ്ട്. ഈ രണ്ടാമത്തെ ഹിക്കായത്തിൻ്റെ ഇടയിലാണ് ഇദാ വളയത്തി ഷംസൽ ഫലാഹി വൽ ഹുദാ ഫസമ്മീഹി മുഹമ്മദ എന്ന ശേഷമാണ് യാ നബി സലാം അലൈക്കും എന്ന ജവാബും അഷ്റഖൽ ബദറു അലൈന എന്ന് പറഞ്ഞതിൽ കാണിക്കുക. ഇത് കാണുന്നുണ്ടോ? ഇത് കാണുന്നത് ഈ കാണുന്നതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഇതിലുള്ളത് ഫഅലൈകല്ലാഹു സ്വല്ല ദായിമൻ തൂലദ്ദുഹൂരി എന്ന് പറയുന്ന വരിയോടുകൂടി അവസാനിക്കുകയാണ്. ഫഅലൈകല്ലാഹു സ്വല്ല ദായിമൻ തൂലദ്ദുഹൂരി. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അഷ്റഖൽ ബദറു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂർ. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ബഹ്ർ. ആ ബഹ്റനുസരിച്ചുള്ള രീതിയിൽ പോയിട്ട് എന്നാണ് ഇതിൻ്റെ ബെയ്ത്തുകളൊക്കെ അവസാനിക്കുന്നത്. യാ വലിയൽ ഹസനാത്തി എന്ന് പറയുന്നത് തീ നണ്ടല്ലേ അവസാനിക്കുന്നത്. യാ വലിയൽ ഹസനാത്തി അങ്ങനെ വേറെ ശല. യാ നബി സലാം അലൈക്കും നമ്മൾ ചൊല്ലുമ്പോൾ ഒക്കൂല. അഷ്റഖൽ ബദറു എന്ന് പറഞ്ഞതിൻ്റെ ആ ബഹ്റിനൊക്കാത്ത മറ്റൊരു വരിയാണ്. ആ ബെയ്ത്ത് കണ്ടെടുത്തുള്ളത് പ്രത്യേകമായിട്ടും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെയുള്ള ഒരു സംബോധനയാണെന്നാണ് മനസ്സിലാകുന്നത് എന്നുള്ള നിലക്കാണ് ഞാൻ അവിടെ സംസാരിച്ചത്. ആ സംസാരിച്ച വിഷയം അത് നബി തങ്ങളോടുള്ള ഇസ്തിഷ്ഫാ എന്നുള്ള നിലക്കാണെങ്കിൽ ആ നിലയ്ക്ക് നബിയോടുള്ള ഇസ്തിഷ്ഫായിൻ്റെ നേരത്ത് ഇപ്പോൾ നമ്മൾ കൈ ഉയർത്തൽ സാധാരണ പതിവില്ലല്ലോ. അള്ളാഹിൻ്റെ റസൂലിനോട് ഇസ്തിഷ്ഫാ നടത്തുമ്പോൾ നമ്മളാരും കൈ ഉയർത്താറില്ല, കൈ ഉയർത്താൻ തേടപ്പെട്ടിട്ടില്ല. അതേ സമയത്ത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റുന്ന വാചകം തന്നെയാണ്. അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ കൈ ഉയർത്തുന്നതും ആ നിലക്കാവാം. പക്ഷേ സാധാരണ കവിതകൾക്കിടയിൽ പ്രാർത്ഥന വരുമ്പോൾ അവിടെ ആരും കൈ ഉയർത്താറില്ലല്ലോ. അതുകൊണ്ട് പണ്ടത്തെ നിലയിലൊന്നും അതിനൊരു കൈ ഉയർത്തുക എന്ന രീതിയില്ല. പിന്നെ കുറച്ച് കൂട്ടരുണ്ട് ഉയർത്തുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ നോക്കുക, ഓതുനോലൊക്കെ കൈ ഉയർത്തുന്നുണ്ടോ അപ്പം നാടന്മാരൊക്കെ പൊന്തിക്കും. ഇത് അറിഞ്ഞുകൊണ്ടല്ല, ഇതാരെങ്കിലും ഒരു കൂട്ടർ ചെയ്യുമ്പോൾ എല്ലാവരും പൊന്തിക്കുകയാണ്. ഇപ്പം നമ്മളൊരു കൂട്ടർ ചൊല്ലിപ്പോൾ പൊന്തിക്കുക എന്നാൽ അത് കാണുന്നവർ പൊന്തിക്കൂല, പൊന്തിക്കേണ്ട എല്ലാവർക്കും പൊന്തിക്കും, ആരെങ്കിലും പൊന്തിക്കും. ഇങ്ങനെ പൊന്തിച്ചു പാസ്സായതാണിത്. അല്ലാതെ സാധാരണഗതിയിൽ മൗലൂദിൽ അത് വായിക്കൊന്നും ആരും അങ്ങനെ ചിന്തിക്കാറില്ല എന്ന് പറയുന്ന ഒരു മറുപടിയാണ് ഈ വിഷയം ചോദിച്ചപ്പോൾ, യാ വലിയൽ ഹസനാത്തിൻ്റെ വിഷയം ചോദിച്ചപ്പോൾ പ്രഗത്ഭരായ പലരും പൊന്തിക്കണില്ലല്ലോ അപ്പം കൈ എന്നുള്ളതാണ് നിവാരണത്തിലേക്ക് വന്ന സംശയം. അതിനനുസരിച്ചുകൊണ്ടാണ് അന്ന് ആ മറുപടി എഴുതിയത്. ആ മറുപടി തന്നെയാണ് ഇവിടെയും ഈ സമകാലികത്തിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത്. അത് എ പിക്കാർ ചൊല്ലുന്നുണ്ടോ മറ്റുള്ളവർ ചെല്ലുന്നു ഇതൊന്നും നോട്ടല്ലേ. എ പിക്കാരും ഈക്കക്കാരും സംസ്ഥാനക്കാരും ദക്ഷിണക്കാരും ഒക്കെ ഉണ്ടാവില്ലേ. സുന്നികളായിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ചാപ്പ കുത്താതപ്പോൾ പറയാൻ പറ്റുമല്ലോ. ഏതെങ്കിലും ഒരു സംഘടന ഒപ്പം നിൽക്കാതെ കഴിയുള്ളൂ. അങ്ങനത്തെ എല്ലാവരും ഇതിലുണ്ടാവും കൈ ഒന്നിക്കണില്ല. പിന്നെ എങ്ങനെ എ പിക്കാർക്ക് മാത്രമുള്ള വിഷയമായിട്ട് ഇത് വരുന്നു? അപ്പം ഇത്തരം പരാമർശങ്ങളൊക്കെ സമകാലികത്തിൽ ഉന്നയിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നു എന്നതിലുപരി അല്ലെങ്കിൽ സാന്ദർഭികമായി നമ്മുടെ വിഷയങ്ങളുടെ പ്രമേയങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമായി വരുമ്പോൾ അതിൽ തെറ്റിദ്ധാരണാജനകമായ വിഷയം ചിന്തിക്കുകയും എപ്പോഴും പഠിക്കുകയും എപ്പോഴും വായിക്കുകയും ഈ വക കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബുദ്ധമാക്കണമെന്നും അറിയാവുന്നത് പറഞ്ഞു കൊടുക്കണമെന്നും ഉദ്ദേശിക്കുന്ന നിനക്ക് ഒരു 19 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നും നിലയും ഒന്നും അല്ലല്ലോ. ഒരു 19 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു രീതി എല്ലാവർക്കും അറിയാം. ആ രീതിക്കപ്പുറം ഇന്നൊരു വിഭാഗത്തോട് പ്രത്യേകം ആകർഷണമോ ഇന്നവരോട് പ്രത്യേകം രോഷമോ ഇല്ല. പണ്ടൊക്കെ അങ്ങനെ വെറുതെ പറയും, എ പിക്കാരോട് രോഷമാണ് എന്ന് ഈക്കക്കാർ പറയും, ഈക്കക്കാരോട് രോഷമാണ് എ പിക്കാരോടാ ഇഷ്ടമെന്ന് ഇപ്പം കുറച്ച് കാലത്തായിട്ട് പറയും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാലത്ത് ഓരോ പറയലാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലായ ചിരിമന്നക്കും ശനാന കൗമിൻ അല്ലാത്ത എതിലൂഹു അക്രബുരു തഖ്വാന്ന് എപ്പോഴും നമ്മുടെ സംഘത്തിൻ്റെ ആശയങ്ങൾ വിവരിക്കുന്ന സ്റ്റേജിൽ പോകുന്നവരാണ് നമ്മൾ. ആരോടുള്ള ദേഷ്യം നീതിയുമായി ബന്ധപ്പെടുമ്പോൾ ആ ദേഷ്യം നിങ്ങളെ അനീതിക്ക് പ്രേരിപ്പിക്കരുത്. ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രത്യേകത. അനീതി ആരോടും ചെയ്യാതിരിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ 19 കൊല്ലക്കാലത്ത് ബോധനത്തിനും ഈയുള്ളവർ നിലകൊണ്ടിട്ടുള്ളത്. അത് സംസ്ഥാന ലെവലിലായി, സംസ്ഥാനയുടെ ലേബലിലായി, സംസ്ഥാനയുടെ സ്റ്റേജിലായി, പേജിലായി എന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്.
അത് അള്ളാഹു തആല മസാത്തുമാരും മശായിഖുമാരും വഴിക്കായിട്ട് തന്നിട്ടുള്ള ഒരു മഹാഭാഗ്യമാണ്. ഞാനതിൽ വളരെയധികം സന്തോഷമുള്ളയാളും നന്ദിയുള്ളവരുമാണ്. ആ മശായിഖുമാരോട് ഒത്തുനിൽക്കാനും അവരുടെ കൂടെ തന്നെ പരലോകത്ത് കൂടി ചേരാനും മുത്തുനബിയോടൊപ്പം ചേരാനും ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു അത് പുലർത്തുമാറാവട്ടെ. അതിലുപരിയായി ഏതെങ്കിലും ഒരു സംഘത്തോടുള്ള വിദ്വേഷമോ മറ്റോ ഈ കാര്യത്തിൽ എന്ന് പ്രത്യേകം സാന്ദർഭികമായി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകം പറയുകയാണ്. ഏകറ്റിക്കാരി എഴുതിയിട്ടുള്ള ഒരു അലോഗ്യമോ പ്രത്യേകം ആ പേരുള്ളൊരു ലോക്യമോ ഇല്ല. എല്ലാവരോടുമുള്ള അവരുമായുള്ള ബന്ധം എങ്ങനെയാണോ ബന്ധത്തിനനുസരിച്ചുള്ള സൗഹൃദമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണമായിട്ടുള്ളത്.